ഇന്ന് മൈൻഡ് പ്ലസ് ആരംഭിച്ചിട്ട് 1589 ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് 2025 ഏപ്രിൽ 7. വി ഓൾ ഗെറ്റ് ദി സെയിം 24 hours. നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തന്ന ഒരു കാര്യം എല്ലാവർക്കും തുല്യമായി നൽകിയത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അത് 24 മണിക്കൂറാണ്. അവിടെ ജാതിയോ മതമോ പൊസിഷനോ വെൽത്തോ അല്ലെങ്കിൽ ജോലിയോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുത്ത ഒരു സാധനമാണ് 24 hours. സോ വൈ ഡു സം പീപ്പിൾ സീം ടു അച്ചീവ് മോർ വിത്ത് ദ ടൈം ദാൻ അതേഴ്സ്? എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ ഈ 24 മണിക്കൂറിനെ ഉപയോഗിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ: ഗുഡ് ടൈം മാനേജ്മെൻറ്റ്. പലപ്പോഴും ഗുഡ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിയാത്തവർ, എനിക്കറിയാം കാര്യങ്ങളൊക്കെ, ഞാൻ ടൈം മാനേജ്മെൻറ്റിനെ പറ്റി ബുക്കുകൾ വായിക്കാറുണ്ട്, വീഡിയോ കാണാറുണ്ട്, ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും അവരൊന്നും ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് പരാജയപ്പെടാൻ കാരണം? നമുക്ക് അറിവുകൾ ഇല്ലാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ടാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സെഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിൽ ട്രെയിൻ യുവർ മൈൻഡ് ആൻഡ് മാനേജ് യുവർ ടൈം, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മൾ സമയം നമ്മളെ വരുതിയിൽ വരണമെങ്കിൽ, നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദി ബെനിഫിറ്റ്സ് ഓഫ് ഗുഡ് ടൈം മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഞാൻ എങ്ങനെയാണ് ഇത് മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം വെൻ യു നോ ഹൗ ടു മാനേജ് യുവർ ടൈം ഇഫക്റ്റീവ്ലി യു ക്യാൻ അൺലോക്ക് മെനി ബെനിഫിറ്റ്സ്. നമുക്ക് ഈ ടൈമിനെ നമ്മളെ വരുതിയിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പല ബെനിഫിറ്റ്സുകളെയും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അതിൽ ഒരു 5 കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമതയും കാര്യക്ഷമതയും ഉള്ള ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ്. ഗ്രേറ്റ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. അതുപോലെ തന്നെ ലെസ് സ്ട്രെസ്സ്. നമ്മൾ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ കുറവായിരിക്കും. നമുക്കെപ്പോഴും മാനസിക പിരിമുറുക്കം ഉണ്ടാകാനുള്ള കാരണം നമുക്ക് ഒരു ജോലിയും കൃത്യസമയത്ത് ചെയ്തു തീർക്കാത്തതുകൊണ്ടായിരിക്കും. എ ബെറ്റർ പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ. അങ്ങനെ തന്നെ മെച്ചപ്പെട്ട ഒരു ഉയർന്ന തലത്തിലേക്ക് പ്രൊഫഷണലി നമുക്ക് ഉയരാനുള്ള സാധ്യത വർദ്ധിക്കും. ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് അഡ്വാൻസ്മെൻറ്റ്. നമ്മൾ പുരോഗതിയിലേക്ക് നമ്മൾ എപ്പോഴും കാലെടുത്ത് വെക്കുന്നതിന് ചാൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ ഗുഡ് ടൈം മാനേജ്മെൻറ്റുള്ള ആൾക്കാണ്. അപ്പോൾ മോർ ഓപ്പർച്യൂണിറ്റീസ് ടു അച്ചീവ് യുവർ ലൈഫ് ആൻഡ് കരിയർ ഗോൾസ്. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളും തൊഴിൽപരമായ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ അവസരം കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ടൈം മാനേജ്മെൻറ്റ് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഗുഡ് ടൈം മാനേജ്മെൻറ്റ് പാലിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെ പാലിക്കണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ശരീരവും മനസ്സും, നമുക്കറിയാം ശരീരം മനസ്സും ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുക. അപ്പം ഇത് ബാലൻസ് ചെയ്യാത്തൊരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ബോഡിയിൽ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് അത് മനസ്സിനെ ബാധിക്കും, മനസ്സിന് വിഷമം വരുന്ന സമയത്ത് ബോഡീനെ ബാധിക്കും, ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അതുപോലെ തന്നെ മനസ്സ് സന്തോഷിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരവും ഹാപ്പിയാവും, ശരീരം ഹാപ്പിയാവുന്ന സമയത്ത് മനസ്സും ഹാപ്പിയാവും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ശരീരവും മനസ്സും വളരെയധികം ബന്ധപ്പെട്ട് കൊടുക്കുന്ന കൊണ്ട് തന്നെ ഇവ രണ്ടും നമ്മൾ വളരെ ശാക്തീകരിക്കേണ്ടത് നമ്മുടെ ഒരു ജോലിയിൽപ്പെട്ടതാണ്. അപ്പോൾ അതിൽ ബോഡി ശാക്തീകരിക്കാൻ നമുക്കെല്ലാം അറിയാം. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട 1-2 പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും നല്ല ഉറക്കം കൊടുക്കണമെന്നാണ്. നല്ല ഉറങ്ങുന്ന ആൾക്കാർക്ക് മാത്രമേ അതായത് അഡിക്വേറ്റ് സ്ലീപ്പ്. നമ്മളെപ്പോഴും ഉറങ്ങുന്നത് ഒരു 8 മണിക്കൂറോ 7 മണിക്കൂറോ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കീപ്പ് വെൽ ഹൈഡ്രേറ്റഡ്. നമ്മളൊരു ഡീഹൈഡ്രേഷൻ വരാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം എപ്പോഴും കുടിക്കുക. അങ്ങനെ സ്റ്റേ ഫിസിക്കലി ആക്റ്റീവ്. നമ്മളെപ്പോഴും ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം, വെറുതെ കിടന്നുറങ്ങുകയോ ഇരിക്കുകയോ ചെയ്യാതെ. അതുപോലെ തന്നെ ഈറ്റ് ഹെൽത്തി ഫുഡ്. നമ്മൾ എപ്പോഴും ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. സാത്വികമായ ഫുഡ് എന്നൊക്കെ പറയും. അപ്പം ഈ ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക, പിന്നെ നെഗറ്റീവായിട്ടുള്ള ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പഴകിയ ഭക്ഷണം, ഇതൊക്കെ കഴിയുന്നതൊക്കെ ഒഴിവാക്കുക. പിന്നെ കണക്ട് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി.
ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമുക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ കൂടെ നമ്മളെപ്പോഴും ഇടപഴകുന്ന സമയത്തും നമ്മളെ ശരീരം നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് പറയാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മൈൻഡ്. ശരീരം നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മൈൻഡ് സ്ട്രെങ്തൻ ആവും. പക്ഷേ എന്നിരുന്നാലും മൈൻഡിനെയും നമ്മൾ ദിവസവും ശ്രദ്ധിക്കണം. അതിൻ്റെ റീപ്രോഗ്രാമിങ്ങിലാണ് നമ്മൾ ദിവസവും. എന്നിരുന്നാലും മെഡിറ്റേഷൻ ചെയ്യുക ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഓറ വർദ്ധിക്കും, നമ്മളെ ചക്രാസൊക്കെ ആക്റ്റീവ് ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോസ്മിക് എനർജിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നന്നായി ഉള്ള ആൾക്കാരായി മാറും. അങ്ങനെ തന്നെ പ്രാണായാമ ചെയ്യുന്നത് വഴി നമ്മളെ വായുവാണല്ലോ നമ്മളെ ശ്വാസം ഇല്ലേ, ശരിക്കും നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ലയിക്കുകയും അത് പിംഗള സുഷുമ്ന നാഡിയിലൂടെ അത് നമ്മുടെ ബ്രെയിനിലെത്തുകയും അത് സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മുടെ മെമ്മറി പവർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ യോഗ ചെയ്യുന്നത് നല്ലതാണ്. മൈൻഡിനും ബോഡിക്കും ഒരേപോലെ ചെയ്യുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ പ്രാർത്ഥനാ രീതികൾ, അപ്പോൾ ഒരു അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മളെ മൈൻഡ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് സഹായിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ചിലൊരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് എനിക്ക് എന്നിട്ട് സമയം കിട്ടാത്തത്? എല്ലാവർക്കും 24 മണിക്കൂറാണെന്ന് പറയുന്നു, പക്ഷേ എനിക്ക് മതിയാവുന്നില്ല സമയം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വൈ ഡു വി ഫീൽ ഷോർട്ട് ഓൺ ടൈം? എന്തുകൊണ്ടാണ് നമുക്ക് സമയം എനിക്ക് മതിയാവുന്നില്ല എന്ന് തോന്നുന്നു? ഞാൻ എപ്പോഴും ബിസിയാണ്, ഇനി പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്നൊക്കെ പറയാനുള്ള കാരണങ്ങൾ കുറച്ചുണ്ട്. അതിലൊന്നാണ് പ്രതിസന്ധികൾ വരുമ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവില്ല. ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നേരത്തെ നല്ലൊരു പ്ലാനിങ് ഇല്ലാത്തതൊക്കെ ഷോർട്ട് ടേം ടൈമിന് ബാധിക്കും. അതായത് രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞാൻ ഇന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. അപ്പോൾ അത് നേരത്തെ ഒരു പ്ലാനിങ് ചെയ്തിട്ട് അത് ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വേണം. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ട രീതിയിലാണോ ചെയ്യുന്നത്, അത് സമയബന്ധിതമായി തീർക്കേണ്ട രീതിയിലാണോ എന്നൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം ഒറ്റയ്ക്ക് സാധിക്കാൻ ചെയ്യാതെ വരുന്നതും പ്രശ്നമാണ്. എല്ലാത്തിനും ഒരാൾ ഹെൽപ്പ് വേണം, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും ഒരാളെ കൂട്ടുപിടിക്കേണ്ട സ്ഥിതി. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമുക്ക് കുറവ് ഫീൽ ചെയ്യും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെക്കുന്നതും അതൊന്നും പൂർത്തിയാക്കാതെ വരുന്നതും ഒരു കാര്യമാണ്. അങ്ങനെ ചില കാര്യങ്ങളിൽ നോ പറയാൻ പറ്റാത്തത്, അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഫ്യൂച്ചറിലുള്ള ഒരുപാട് സമയം അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും നമുക്ക്. പിന്നെ നമ്മളെന്തൊക്കെ ഒരു കാര്യം ഉത്തരവാദിത്തമുള്ളൊരു കാര്യം ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് അത് ഒരു കഴിവില്ലാത്തവരെ ഏൽപ്പിക്കുന്നെങ്കിലും നമ്മുടെ സമയനഷ്ടം നമുക്ക് വരും. ആവശ്യത്തിനുള്ള പിന്നെ ലോജിസ്റ്റിക് സാമഗ്രികളൊക്കെ സംഘടിപ്പിക്കുന്നതിലൊക്കെ ഉപേക്ഷ വരുത്തുന്നതും നമുക്ക് ഇതിലിപ്പോൾ ഒരു കിച്ചണിൽ ഫുഡ് പാകം ചെയ്യണമെങ്കിലും നമുക്ക് കുറേ ലോജിസ്റ്റിക് അതിന് വേണം അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളില്ലാതെ നിൽക്കുകയാണെങ്കിലോ ആ ഫുഡ് ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിലോ ആ ഇലക്ട്രീഷ്യൻ അതിൻ്റെ ടൂൾസുമായിട്ടല്ല അത് റിപ്പയർ ചെയ്യാൻ വരുന്നതെങ്കിലോ വെറുതെ അദ്ദേഹം സമയം മെനക്കെടുത്തുക ചെയ്യാം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒരാളോട് ചെയ്യുന്ന സമയത്ത് അത് വളരെ വ്യക്തമായിട്ട് ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ് സബോർഡിനേറ്റ് സ്റ്റാഫിനെ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവിനെ നിങ്ങളൊരു സെയിൽസ് ഈ മാസം ഇത്രയായി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ കൊടുത്തു, പക്ഷേ അത് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അത് ഓരോ സെയിൽസ്മാനും ഓരോ രീതിയിലാണ് ചെയ്യുക. ചില ആൾക്കാർ കുറേ എക്സിക്യൂട്ടീവ്സിനെ വെക്കാനായിരിക്കും തീരുമാനിക്കുക സെയിൽസ് വർദ്ധിപ്പിക്കാൻ. ചില ആൾക്കാർ പിന്നെ ആ പ്രോഡക്റ്റിൻ്റെ വില കുറയ്ക്കുകയായിരിക്കും ചെയ്യുക. ചില ആൾക്കാർ അതിന് ഓഫേഴ്സ് ഡിസ്കൗണ്ട്സുകളൊക്കെ കൊടുക്കും. ഇങ്ങനെ പല രീതിയിൽ ചെയ്യും. അപ്പോൾ അത് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ഒരു ക്ലാരിറ്റി വേണം. അതുപോലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആശയവിനിമയം വളരെ കൃത്യമായിട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കൊടുക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാതിരിക്കുക. പിന്നെ ജോലി ചെയ്യുമ്പോൾ അനാവശ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കൊളീഗ്സൊക്കെ ആയിട്ട് എപ്പോഴും കളിയും ചിരിയൊക്കെ ആയിട്ട് നടക്കുക. പിന്നെ അതുപോലെ തന്നെ സന്ദർശകരുമായി അധികം സമയം ചിലവഴിക്കുക. ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വരുന്ന ആൾക്കാരെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യുക. അപ്പോൾ ജോലിയൊക്കെ മുടങ്ങും. പിന്നെ അനാവശ്യമായ ടെലിഫോൺ കോളുകൾ, എപ്പോഴും ഈ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഈ ഷോർട്ട് ഓഫ് ടൈം ഒഴിവാക്കാൻ എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിച്ചാൽ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.
Managing time using the subconscious mind involves reprogramming your thoughts, habits, and mental patterns to align with the productivity and efficiency. ഇപ്പോൾ ഉപബോധ മനസ്സിനെ ഉപയോഗിച്ച് ഈ സമയം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളും ശീലങ്ങളും മാനസിക അവസ്ഥകളും ഇതൊക്കെ നമ്മളെ പ്രൊഡക്റ്റിവിറ്റി കാര്യക്ഷമതയുമായിട്ട് ബന്ധപ്പെടുത്തി റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് റീപ്രോഗ്രാമിംഗ് ചെയ്യാമെന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഇനി പറയുന്ന 5 കാര്യങ്ങൾ ഉപബോധ മനസ്സിൽ റീപ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തത് നമ്മൾ പറയുന്നത് സെറ്റ് ക്ലിയർ ഇൻറ്റൻഷൻ ബിഫോർ സ്ലീപ്പിംഗ്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വ്യക്തമായ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ഉദ്ദേശം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കണം എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ഹൈലി ആക്റ്റീവ് ഡ്യൂറിങ് സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും ആക്റ്റീവായിരിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പം ബിഫോർ ബെഡ് അഫേം യുവർ ടൈം മാനേജ്മെൻറ്റ് ഗോൾ. നിങ്ങൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഗോളിൻ്റെ അഫേമേഷൻ അവിടെ കൊടുത്തിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ലക്ഷ്യം നമ്മളെപ്പോഴും പറയും, സ്ലീപ്പിംഗ് ടെക്നിക്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ, നമ്മൾ ആ ഒരു മെസ്സേജ് അവിടെ നമ്മൾ കൊടുത്തിരിക്കണം. അപ്പം ഐ മാനേജ് ടൈം വൈസ്ലി ആൻഡ് കംപ്ലീറ്റ് ടാസ്ക് എഫേർട്ട്ലെസ്ലി എന്ന് പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ സമയത്തെ ബുദ്ധിപരമായി നിയന്ത്രിക്കാൻ എനിക്ക് കഴിവുണ്ടെന്നും എൻ്റെ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ടുമാറോ ഐ വിൽ ബി ഹൈലി പ്രൊഡക്റ്റീവ് ആൻഡ് ഫോക്കസ്ഡ്. ഞാൻ നാളെ വളരെ ഒരു ഉൽപ്പാദനക്ഷമതയുള്ള ആളും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കും എന്ന് പറയാം. ഇതൊക്കെ പറയുന്ന സമയത്ത്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് അത് സബ് കോൺഷ്യസ് മൈൻഡിൽ റീവയറിങ് നടക്കുന്നതാണ്. ദി പ്രോഗ്രാം യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ടു അലൈൻ വിത്ത് ദി എഫിഷ്യൻസി വിത്ത് ദി നെക്സ്റ്റ് ഡേ. അപ്പം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കാര്യക്ഷമതയുമായി യോജിപ്പിക്കാൻ ഇത് സഹായിക്കും. ഇനി അടുത്ത ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ യൂസ് പോസിറ്റീവ് അഫർമേഷൻസ്. റിപ്പീറ്റഡ് അഫർമേഷൻസ് ഹെൽപ്സ് റീവയർ ദി സബ് കോൺഷ്യസ്. നമുക്കൊക്കെ അറിയാം, റിപ്പീറ്റഡ് അഫർമേഷൻസ് എപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റീപ്രോഗ്രാമിംഗ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് 1-2 ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ ഓൾവേസ് ഹാവ് ഇനഫ് ടൈം ടു അക്കംപ്ലിഷ് മൈ ടാസ്ക് എന്ന് പറയാം. എനിക്കെപ്പോഴും എൻ്റെ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ വേണ്ടി മതിയായ സമയം ലഭിക്കുമെന്ന് പറയാം. അതുപോലെ തന്നെ ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ടൈം ആൻഡ് സ്കെഡ്യൂൾ. ഞാൻ എൻ്റെ സമയവും ഷെഡ്യൂളും പൂർണ്ണമായി എൻ്റെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുമെന്നുള്ളത് പറയാം. ദി സബ് കോൺഷ്യസ് ആക്സെപ്റ്റ് ദീസ് ആസ് റിയാലിറ്റി, റെഡ്യൂസിങ് പ്രോക്രാസ്റ്റിനേഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ഈ ഉപബോധ മനസ്സിന് ഇതിനെ യഥാർത്ഥമായിട്ട് അംഗീകരിക്കും. അതിന് ശരിയും തെറ്റും അറിയില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും അത് അതേപടി അനുസരിക്കും. അപ്പം അതിനെ നമുക്ക് പിറ്റേന്ന് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മടുപ്പവും കുറയ്ക്കാൻ, ശ്രദ്ധിച്ച് പ്രവർത്തിക്കാനൊക്കെ നമ്മളെ സഹായിക്കും. അങ്ങനെ അടുത്തത് ഒരു ടെക്നിക്കാണ് വിഷ്വലൈസ് എ വെൽ മാനേജ്ഡ് ഡേ. നമുക്ക് വിഷ്വലൈസേഷൻ ടെക്നിക്ക് നമുക്കറിയാം അല്ലേ. അപ്പോൾ നല്ലൊരു ദിവസത്തെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടെക്നിക്ക്. അതിനെന്ത് ചെയ്യണം? നമ്മൾ ക്ലോസ് യുവർ ഐസ് ആൻഡ് മെൻ്റലി റിഹേഴ്സ് യുവർ ഐഡിയൽ ഡേ. കണ്ണ് ഒരു നിമിഷം അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ഒരു ദിവസം മാനസികമായി സൃഷ്ടിക്കുക എന്നാണ് പറയുക വിഷ്വലൈസ് ചെയ്യുന്നതിന്. അപ്പോൾ വിഷ്വലൈസ് യുവർ സെൽഫ് കംപ്ലീറ്റിംഗ് ടാസ്ക് സ്മൂത്ത്ലി ആൻഡ് ഓൺ ടൈം. നിങ്ങളെ എല്ലാ പ്രവൃത്തികളും സുഗമമായി സമയബന്ധിതമായി നടക്കുന്നു എന്ന് വിഷ്വലൈസ് ചെയ്യാം. ദിസ് സ്ട്രെങ്തൻ ന്യൂറൽ പാത്വേസ് മേക്കിംഗ് എഫിഷ്യൻറ്റ് ടൈം മാനേജ്മെൻറ്റ് എ ഹാബിറ്റ്. ഇത് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ന്യൂറൽ പാത്വേസ് ശക്തിപ്പെടുകയും കാര്യക്ഷമമായ ഒരു സമയ നിയന്ത്രണ ശീലം നമ്മളിൽ വരികയും ചെയ്യും. ഇനി അടുത്ത ഒരു ടെക്നിക്കാണ് ഡെവലപ്പ് ടൈം അവെയർ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ടൈം അവെയർ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബോധമുള്ള ഒരു ശീലം നമ്മൾ രൂപീകരിക്കണം എന്നാണ് പറയാം. അപ്പോൾ ദി സബ് കോൺഷ്യസ് ത്രൈവ്സ് ഓൺ റുട്ടീൻ, ട്രെയിൻ ഇറ്റ് ടു ഫോളോ ആസ് ഇൻസ്ട്രക്റ്റഡ് ഷെഡ്യൂൾഡ് ബൈ. അപ്പം നമ്മൾ ഒരു ഉപബോധ മനസ്സിനെ സ്ഥിരമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച ഫലമുണ്ടാകുന്നതെന്നൊക്കെ നമുക്കറിയാം. അതിനെ എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസിങ് ടാസ്ക് മെൻ്റലി ബിഫോർ സ്റ്റാർട്ടിങ് ദി ഡേ. ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ മുൻഗണനാക്രമത്തിൽ ചെയ്യാൻ ശീലിപ്പിക്കുക. അപ്പം സാധാരണഗതിയിൽ ഓരോരുത്തർ രാവിലെ എണീറ്റിട്ടായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ പണി എന്തൊക്കെയാണെന്ന് നോക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഓരോ സമയങ്ങളും എന്തൊക്കെയാണെന്നുള്ള ഒരു പ്രയോറിറ്റൈസ് ലിസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ അസോസിയേറ്റിംഗ് ടൈം സ്ലോട്ട്സ് വിത്ത് സ്പെസിഫിക് ആക്ടിവിറ്റീസ്. ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു സ്പെസിഫിക്
ടൈം സ്ലോട്ട്സ് വെക്കുക. ഞാൻ ബുക്ക് വായിക്കുന്നത് ദിവസവും ഞാൻ 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂർ അതിന് വേണ്ടി, യോഗയ്ക്ക് വേണ്ടിയിട്ട് എത്ര സമയം, അല്ലെങ്കിൽ നടക്കാൻ ഇത്ര സമയം, ഭക്ഷണം കഴിക്കാൻ ഇത്ര സമയം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ ഇത്ര സമയം, ഇങ്ങനെ നമ്മൾ ടൈം സ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ട് നമ്മൾ ആ സ്പെസിഫിക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ സെറ്റിംഗ് സബ് കോൺഷ്യസ് ട്രിഗേഴ്സ്. നമ്മൾ സബ് കോൺഷ്യസ് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ട്രിഗർ എപ്പോഴും നല്ലതാണ്. എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ മോർണിംഗ് കോഫി കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വർക്ക് തുടങ്ങും എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്നതാകെ ചെയ്യാം. ഒരു ട്രിഗർ എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രചോദനം നമ്മൾ സൃഷ്ടിക്കും. അപ്പോൾ ടൈം അവെയർ ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓരോന്നിനും കൃത്യസമയം പരിപാലിച്ചുകൊണ്ട് കൊണ്ടുപോവുക. ഇനി അഞ്ചാമത്തെ ഒരു മെത്തേഡാണ് റിമൂവ് നെഗറ്റീവ് ടൈം ബിലീഫ്സ്. നമ്മളെപ്പോഴും നെഗറ്റീവ് ടൈം ബിലീഫ്സ്, അതായത് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇഫ് യു തിങ്ക് ഐ നെവർ ഹാവ് ഇനഫ് ടൈം, യുവർ സബ് കോൺഷ്യസ് വിൽ മാനിഫെസ്റ്റ് ദാറ്റ് റിയാലിറ്റി. നമ്മളെപ്പോഴും പറയും എനിക്ക് മതിയായ സമയം ഒരിക്കലും ലഭിക്കുന്നില്ല, ഐ എം ബിസി, എനിക്ക് ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് നെഗറ്റീവ് ബിലീഫ്സാണ്. അപ്പം എന്ത് ചെയ്യും, അത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനെ ബാധിക്കും. അതിന് പകരം എന്ത് ചെയ്യുക, റീപ്ലേസ് വിത്ത് ഐ ആം ഓൾവേസ് ഓൺ ടൈം ആൻഡ് ഫിനിഷ് മൈ വർക്ക് എഫിഷ്യൻ്റ്ലി എന്ന് പറയാം. എനിക്കെപ്പോഴും സമയബന്ധിതമായി പ്രവർത്തിക്കാൻ കഴിയുന്നു, എൻ്റെ ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നൊക്കെ നമ്മളൊരു സജഷൻ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. ദിസ് റിമൂവ്സ് ലിമിറ്റിംഗ് ബിലീവ്സ് ആൻഡ് എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി. ഈ 5 കാര്യങ്ങളും പതിവായി നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയത്തിൻ്റെ കാര്യക്ഷമതയെ നിയന്ത്രിക്കാനും അതിനെ മെച്ചപ്പെടുത്താനും കഴിയും എന്ന് മാത്രമല്ല, യു വിൽ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. അപ്പോൾ ഈ 5 കാര്യങ്ങളും നമ്മളെ മനസ്സിൽ റീപ്രോഗ്രാമിംഗ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഒരു മെഡിറ്റേഷനിലേക്ക് പോകാം. എന്നിട്ട് അത് മൈൻഡിൽ നമുക്കൊരു റീപ്രോഗ്രാം ചെയ്യാം. അപ്പോൾ അതിനായി ജെൻ്റ്ലി ക്ലോസ് യുവർ ഐസ്.